ഇനിയും നിങ്ങളിതറിയാൻ വൈകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗോക്സിഫൈ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദിസ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. കാരണം ഞാനിതെൻ്റെ ലൈഫിൽ മനസ്സിലാക്കി വരാൻ കുറച്ച് ലേറ്റായി എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. ഒരു ഏർലി 20s നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ലൈഫിനെ മോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. വലിയ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, ബട്ട് ഓരോ ആൾക്കാർക്കും ഈ ടോപ്പിക്കിൽ സംസാരിക്കാനുള്ള കാര്യം ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണിത്. ആൻഡ് ഐ ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഞാനിത് ഷെയർ ചെയ്യുന്ന വഴി ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് റിലേറ്റായി അവർക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പ്ലീസ് നോട്ട്, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് നിങ്ങളെല്ലാവരും, ഗേൾസ് പ്ലീസ് എല്ലാവരും നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി, അല്ലെങ്കിൽ എല്ലാവരുടെയും അപ്രീസിയേഷൻ, എല്ലാവരുടെയും പ്രശംസ മാത്രം പറ്റിപ്പിടിച്ച് ജീവിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ പറയാൻ കാരണം ഐ വാസ് എ പീപ്പിൾ പ്ലീസർ, എ ബിഗ് പീപ്പിൾ പ്ലീസർ. കാരണം എൻ്റെ ഒരു ചെറിയ പ്രായം, ഒരു 10th +1 +2 ആ ഒരു കാലഘട്ടം വരെ ഞാൻ ഭയങ്കര ഒരു പീപ്പിൾ പ്ലീസറായിരുന്നു. എനിക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശംസകൾ മാത്രം കേൾക്കണം, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഞാൻ നല്ലവളായിട്ടുണ്ടാവണം, അങ്ങനെയൊക്കെ ഒരു കരുതി ഒരു കുറച്ച് ഒരു അങ്ങനെ ആയിരുന്നു ഞാൻ. അപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് അതിലല്ല കാര്യം. നമ്മളായിട്ട് ജീവിക്കുക, ഗിവ് ഇമ്പോർട്ടൻസ് ടു അവർ ലൈഫ്, അവർ ഹാപ്പിനെസ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ സ്വന്തം സന്തോഷിക്കാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും, നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവും. സോ മൈ ഗേൾസ് പ്ലീസ്, ആരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ജസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ സെൽഫ്. ദ സെക്കൻഡ് തിങ്, അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്പാരിസൺ. ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ എനിക്കറിയാം മേ ബി കുറേ ആൾക്കാർ പറയുമായിരിക്കും ഇല്ല നമ്മൾ കമ്പയർ ചെയ്യാറില്ല, ഞാൻ ആരെയും എന്നെ വെച്ച് വേറൊരാളെ കമ്പയർ ചെയ്യാറില്ല. ബട്ട് ഐ ആം ഷുവർ ഈ വീഡിയോ കാണുന്ന ഒരു 90% ഗേൾസും സ്വന്തം വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും. മേ ബി സോഷ്യൽ മീഡിയയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരാൾ ട്രാവൽ ചെയ്യുന്നു, ഒരാൾ 18 വയസ്സിൽ വീട് വാങ്ങുന്നു, മറ്റൊരാൾ കാർ വെക്കുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് ഫുൾ സക്സസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ കമ്പയർ ചെയ്യും. അയ്യോ നമ്മളൊന്നും ആയില്ലല്ലോ, എനിക്ക് 23 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 24 വയസ്സായി, നമ്മളൊന്നും ആയില്ലല്ലോ, അവർ നോക്ക്, ഞാൻ അത്ര സൗന്ദര്യം പോരാ, അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, അവളുടെ കയ്യിൽ കാശുണ്ടല്ലോ. അങ്ങനെ ദി കമ്പാരിസൺ ഗോസ് ഓൺ. ബട്ട് ഗേൾസ് ട്രസ്റ്റ് മീ, നിങ്ങൾ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കമ്പാരിസൺ ചെയ്യണം, പക്ഷെ അത് മറ്റൊരാളുമായിട്ടല്ല. നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യണം. പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എന്താണ്, അതാണ് നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം. എപ്പോഴും സ്വന്തം നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക, നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. ഇന്നലെ ഉണ്ടായതിൽ നിന്നും ഒരു പടി ഉയർന്നോ നമ്മൾ എന്ന രീതിയിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ മീ. ഐ ഹോപ്പ് നിങ്ങൾക്കിത് വർക്കാവും. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നോ പറയുന്നത് ഒരു തെറ്റായ കാര്യമേ അല്ല. നമ്മൾ ചില സ്ഥലങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നോ പറയണം. അതായത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിലെല്ലാം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ, എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ആരെങ്കിലും എൻ്റെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്ന് പറയും. മേ ബി എനിക്ക് ആ കാര്യത്തിന് ഇഷ്ടമേ ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും എനിക്ക് നോ പറയാൻ പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നോ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓപ്പോസിറ്റുള്ള ആളെ കൺസിഡർ ചെയ്യും. ഞാൻ നോ പറയുമ്പോൾ അവർക്കത് വിഷമാവോ, അവർക്കത് സങ്കടമാവോ, അവർക്ക് എന്നോട് എന്തെങ്കിലും തോന്നുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഞാൻ എന്നെക്കാൾ കൂടുതൽ കൺസേൺ കൊടുത്തിരുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കായിരുന്നു. ബട്ട് അത് ഞാൻ എന്ന് കുറച്ച് വന്നു, അന്ന് മുതലാണ് എൻ്റെ ലൈഫ് ഈസി ആയിട്ട് മാറിയത്. കാരണം ഞാനിങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യെസ് പറഞ്ഞ് ഞാൻ മെൻ്റലി ടയേർഡായി. അവർ ഹാപ്പി ആവുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇമോഷണലി എക്സോസ്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ആ സമയം മുതലാണ് ഞാൻ നോ പറയാൻ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇപ്പോഴും ഞാനതിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരുന്നു. ആൻഡ് ലൈഫ് ഭയങ്കര ഈസി ആവും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളെ വേറെ ആരും നോക്കൂല. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇതിനെ നമുക്ക് വേണമെങ്കിൽ സെൽഫ് കെയർ എന്ന് വിളിക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി വരുമ്പം എപ്പോഴും കുറച്ച് പൈസ നിങ്ങൾക്കായി മാറ്റി വെക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാനാവാം, ഫുഡ് കഴിക്കാനാവാം, മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങാനാവാം, അങ്ങനെ എന്തോ ആവാം. നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി
ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സെൽഫ് കെയർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതായത് നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻ ആകുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. നല്ലപോലെ ഒന്ന് ഉറങ്ങുക, നല്ല വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. അതുമല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ഒരു ഫേസ് പാക്കോ ഹെയർ പാക്കോ അല്ലെങ്കിൽ ഒരു സ്പാ, ബോഡി മസാജ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒരു റിലാക്സ് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും ഒരു ടൈം ടേബിൾ ഇല്ല. അതായത് ചിലരുടെ കരിയർ ചിലപ്പോൾ 22 വയസ്സിൽ സെറ്റായെന്ന് വരാം, ചിലർ 30 വയസ്സാകും, ചിലർക്ക് 32 33 വയസ്സിലായിരിക്കും അവർ സെറ്റിൽ ആവുന്നത്. പക്ഷെ ഒരിക്കലും മറ്റൊരാളെ കണ്ട് അയ്യോ നമ്മളുടെ ലൈഫിൽ നമ്മൾ ലേറ്റായി പോയല്ലോ അങ്ങനെ വിചാരിക്കരുത്. ഓരോരാളുടെ ജേണിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളറിയാത്ത പലതും അവരവരുടെ ജേണിയിൽ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ലേറ്റായി പോയി, അയ്യോ എൻ്റെ ലൈഫ് ലേറ്റായോ, കുറച്ച് ലാഗായി പോയോ, അങ്ങനെയൊന്നും ആലോചിച്ച് സ്ട്രെസ് അടിക്കാണ്ട് ജസ്റ്റ് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഗോ ഫോർവേഡ്. നിങ്ങൾ ആ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ ലൈഫിനുണ്ട് എന്നുള്ളൊരു തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക. ആ ഒരു തോട്ട് മാറ്റിയാൽ തന്നെ യു വിൽ സീ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഇതൊന്നും ഒരിക്കലും ഒരു റൂൾസ് അല്ല. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പഠിച്ച ലെസൺസ് ആണ്. ആൻഡ് ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ എന്ന് മനസ്സിലാക്കി എത്രത്തോളം നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്രയും നേരത്തെ നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒരു സ്മൂത്തായി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ലൈഫിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ലൈഫിൽ എപ്പോഴും ശരിയായ ആളുകളെയും ശരിയായ അവസരങ്ങളെയും പോലെ തന്നെ ശരിയായ സമയവും വരും. സോ പ്ലീസ് ജസ്റ്റ് ട്രസ്റ്റ് യുവർ ടൈം ആൻഡ് പ്ലീസ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലും കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം അല്ലെങ്കിൽ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിമ്പിളായിട്ടുള്ള 5 സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് വേണം പറയാം. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.